ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷൻ ആണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, യെസ്, ദ ഗോട്ട്. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് കേട്ടോ. യെസ്, എന്തായാലും US സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. 2 മണിക്കൂറും 59 മിനിറ്റും പിന്നെ 39 സെക്കൻഡും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 3 മണിക്കൂർ. അതിനിടയിൽ ഇൻ്റർവെല്ലൊക്കെ പോവും. ഇന്റർവെൽ ഒരു 10 മിനിറ്റ്. അപ്പം 3:10. 6 മണിക്ക് കയറി 9 മണിക്ക് 9:30 ആകുമ്പോൾ ഇറങ്ങാം. ഇന്റർവെല്ലും പിന്നെ അതിന്റെ മുന്നേ ഉള്ള എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ഒരു 9:30. സൂപ്പർ. എന്താണെങ്കിലും ഡ്യൂറേഷൻ കുറച്ച് കൂടുതലല്ലേ തോന്നുന്നുണ്ട്. പക്ഷെ പടം അതിനനുസരിച്ചുണ്ടെങ്കിൽ ഡ്യൂറേഷൻ നമുക്കൊരു വിഷയമായിരിക്കും. അതാണ്, അത് വേറെ സത്യമാണ്. ആസ്വദിക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ആസ്വദിച്ചിട്ട് പോകും. അല്ലെങ്കിൽ വെറുപ്പിക്കലാണെങ്കിൽ ഇത് ഭയങ്കര വിഷയമാവും. നന്നായിട്ട് ബാധിക്കും. കാരണം നമ്മൾ വെറുത്തോണ്ടിരിക്കുകയായിരിക്കും, അതിന്റെ ഇടയിലായിരിക്കും ഇത് തീരുന്നില്ല എന്നുള്ള തോന്നല്. അതും കൂടി വന്നു കഴിഞ്ഞാൽ തീർന്ന്. നമുക്ക് ഈ അടുത്ത് ഏതോ ഒരു സിനിമയ്ക്ക് തോന്നിയല്ലോ സംഭവം, ഇതെന്താ തീരാതെ. അല്ല, ഇന്ത്യൻ 2 പിന്നെ നമ്മൾ കൾട്ടായിട്ട് പിന്നെ ലാസ്റ്റ് തുടങ്ങിയല്ലോ. അതിലേക്ക് പിന്നെ നമ്മളായിട്ട് നമ്മുടെ വഴിയുള്ള സാധനങ്ങൾ ഇട്ട് തുടങ്ങിയായിരുന്നു. അതല്ലാതെ തോന്നി അഡിയോ സമീപോ തീരുന്നില്ല തോന്നി. അതായത് സെക്കൻഡ് ഹാഫ് അതിന് പ്രത്യേകിച്ച് വലിയ ഡ്യൂറേഷൻ ഒന്നും ഇല്ല. അത് 2 മണിക്കൂർ 36 മിനിറ്റേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് പോലും ഇതെന്താ തീരാത്തേന്നായിരുന്നു. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിയാലാണ് പ്രശ്നം. സത്യം. എന്തായാലും ആളുടെ ഇതിനു മുൻപുള്ള സിനിമകൾ ഏതാണ്ടൊക്കെ വലിയ ഡ്യൂറേഷനുള്ള സിനിമകളാണ്. അതിൽ ബീസ്റ്റ് മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് ഡ്യൂറേഷൻ കുറവുള്ളത്. അത് തന്നെയാവുള്ളൂ. 2:36. ബീസ്റ്റ് പെട്ടെന്ന് തീർന്ന വെറുതെ നിന്നോടത്ത് നണ്ടോണ്ടെടുക്കും പറഞ്ഞാണ്ട് നിർത്തിയിട്ട് പോയ സിനിമയാണ്. 2:36 ആയിരുന്നു ബീസ്റ്റ്. ലിയോ 2:44 ഉണ്ട്. വലിയ തെറ്റില്ല അതൊക്കെയാണെങ്കിലും. പിന്നെ വാരിസ് 2:50. അത് കുറച്ച് കൂടുതലായിരുന്നു. ഭയങ്കര ഡ്യൂറേഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. പിന്നെ മാസ്റ്റർ 2:58. മാസ്റ്റർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ മാറ്റം, എന്നാലും കൂടുതലപ്പോ ഗോട്ടാണ്. 2 മണിക്കൂർ 59 മിനിറ്റ് 39 സെക്കൻഡ്. 3 മണിക്കൂർ. യെസ്, കൊള്ളാട്ടോ. വെങ്കട് പ്രഭുവിന്റെ മൊത്തം സിനിമകള് വെങ്കട് സിനിമകളൊക്കെ ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. കുറച്ച് ലെങ്തി അല്ലേ. മറ്റേ മാങ്കാത്തയും പിന്നെ നമ്മുടെ മാസ് പിന്നെ മറ്റേ മാനാടൊക്കെ അത്യാവശ്യം ലെങ്ത് ഉള്ള പടാ. പക്ഷെ മാനാട് ആ രസം കൊണ്ടേ മാനാടൊന്നും നമുക്ക് ആ ഒരു ടൈമിംഗ് ഒന്നും ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. നോക്കാം നമുക്ക് ഇനിയിപ്പോ നോക്കിയേക്കാം. 2.5 മണിക്കൂറുള്ളൂ. 2:27 ഉള്ളൂ. അതെ. എന്നാലും ഇതാണോ ഏറ്റവും ടോപ്പിൽ വരുന്നത്? എനിക്ക് തോന്നുന്നതാണെന്ന് തോന്നുന്നു. വെങ്കട് പ്രഭുവിന്റെ വന്നത് ഏറ്റവും ഡ്യൂറേഷൻ ഉള്ളത് മേ ബി ഇതായിരിക്കാം. ഓക്കെ, എന്തായാലും സെൻസർ റിപ്പോർട്ട് നമുക്ക് നോക്കാം. ചില സാധനങ്ങളൊക്കെ അതിൽ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്, പല സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ രീതിയിൽ കൈവച്ചിട്ടില്ല തോന്നുന്നല്ലേ കത്രിക? ഇല്ല, ഇതൊക്കെ ചെറിയ ചെറിയ ടൈമിങ് മാത്രം. അത് മ്യൂട്ട് ആക്കിയിട്ടൊക്കെ ഉള്ളതേ ഉള്ളൂ. അത് മ്യൂട്ട് ആക്കിയിരിക്കുന്ന വേർഡുകള് പറയാലേ, ഫക്ക്, ബാഡ്, മയില്, ഈ 3 വേർഡുകൾ കട്ട് ചെയ്തിട്ട്, അതായത് മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അത് സോങ്ങിലൊക്കെ ഉൾപ്പെടുന്ന സാധനങ്ങളാണെന്നാണ് തോന്നുന്നത്. സോങ്ങില് പിന്നെ അത് റിപ്പീറ്റ് വരുന്ന സ്ഥലങ്ങളിലും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ എല്ലാ സിനിമകളിലും ഏതാണ്ടൊക്കെ ചില സംഭവങ്ങൾക്കൊക്കെ ഇതേപോലെ മ്യൂട്ടും അല്ലെങ്കിൽ ചെറിയ കട്ടൊക്കെ വരും. അത് എന്തായാലും ഉണ്ടാവും. അങ്ങനെയുള്ളതേ അതേ ഉള്ളൂ. പിന്നെ ഇതുപോലെ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. മറ്റേ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. മറ്റേ വുമൺസിനെതിരെ റിയാക്ഷൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ, ഷോട്ടുകളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതും കുറച്ച് സെക്കൻഡുകൾക്ക് കേട്ടോ, കുറച്ചേ ഉള്ളൂ. അതെ, ചെറിയ സെക്കൻഡുകളേ ഉള്ളൂ. അതായത് 5 സെക്കൻഡ് 3 സെക്കൻഡ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുള്ളൂ. പിന്നെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് അതായത് നേരത്തെ പറഞ്ഞ മറ്റേ രണ്ടാമത് വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ലിക്കർ ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ പേരുകൾ അതെല്ലാത്തിലും റിമൂവ് ചെയ്യുന്നതാണ് നോർമലി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇത് ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്, സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന സമയത്തുള്ളത്. പിന്നെ നെക്ക് കട്ട് ചെയ്യുന്നത് ആ സമയം ചിലപ്പോൾ ബ്ലറായിരിക്കും കേട്ടോ. അത് 5 സെക്കൻഡ് കണ്ടുള്ളൂ. ആ സമയത്ത്
ബ്ലർ ചെയ്തോടും. എന്തോ ചെയ്തിട്ടുണ്ട് എന്തായാലും, മാസ്ക് ചെയ്തു. അത് ഇതിനകത്ത് ഇവര് ടൈം കൊടുത്തില്ല, നോ ചേഞ്ച് ഇൻ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എന്തായാലും അത് ബ്ലർ ആക്കുള്ളൂ. അപ്പം ചേഞ്ച് ചെയ്തിട്ടില്ല അതിനകത്ത്. ഫുൾ അതേപോലെ ഉണ്ടാവും, പക്ഷെ ബ്ലർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് അവരുടെ കാസ്റ്റിംഗ് ഡീറ്റെയിൽസ് ഒക്കെ തമിഴില് കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും വലിയ കട്ടൊന്നും ഇല്ലാതെ ആകെ മൂന്ന് സീൻ ഡിലീറ്റഡ്, 3 സെക്കൻഡോ അങ്ങനെ എത്രയും കണ്ടുള്ളൂ. റീപ്ലേസ് ചെയ്തിരിക്കുന്ന 2 സെക്കൻഡും ആ സാധനം ഉള്ളൂ. അതാണ് ഡ്യൂറേഷൻ. അത് എന്ത് പറയാനാ പിന്നെ. അല്ല ഇത്രയും, അതായത് 3 മണിക്കൂറിന്റെ ഒരു ഫൂട്ടേജ് കൊടുത്തിട്ട് ഇത്ര ഉള്ളോ എന്നുള്ളത് വലിയ ഒരു അത്ഭുതമാണ്. അല്ല അപ്പം ഇതിനകത്ത് എന്താന്ന് അറിയോ ഒരു പ്രത്യേകത, ഇത് ശരിക്കും US സർട്ടിഫിക്കറ്റിന് തന്നെ അർഹനായിട്ടുള്ള സാധനമായിരിക്കും. അല്ലെങ്കിൽ എന്തായാലും സെൻസറിങ്ങിൽ പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ലിയോ ഒക്കെ കൊടുത്ത സമയത്ത് നമുക്കറിയാം ഒരുപാട് സാധനങ്ങൾ അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ജയിലറിൽ എത്ര സീനാണ് പോയത്. ജയിലറിൽ ആ ലാസ്റ്റ് ഇവര് 3 പേര് ഒരുമിച്ച് സിഗരറ്റ് വലിക്കുന്ന ആ ഒരു സീനില്ലേ, അതില് ഇത്ര, അതും 1:23 അത്ര ടൈം മറ്റേ ഉണ്ടായിരുന്നു. അവര് 3 പേരും കൂടി നിക്കണ ആ സംഭവം അതാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. അങ്ങനെ കുറെ സംഭവം. ജയിലറിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കട്ടിങ് വന്നിട്ടുള്ളത്. നശിപ്പിച്ചത് ശരിക്കും അങ്ങ് വെച്ച് വിട്ടാ മതിയായിരുന്നു അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അത് അങ്ങനെ തന്നെ ഇറക്കിയേക്കണം. അല്ല എന്തായാലും അതുകൊണ്ട് പിന്നെ ഗുണങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അത് തീർച്ചയായും ഫാമിലി കയറി കാണണമെങ്കിൽ എന്തായാലും അതൊരു സത്യം. സർട്ടിഫിക്കറ്റ് കിട്ടിയ ഭയങ്കര ഇഷ്യൂ ആണ്. എന്തായാലും വലിയ തിരക്കേടില്ലാത്ത രീതിയിലാണ് സെൻസറിങ് കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനി സിനിമ സെപ്റ്റംബർ 5 വരട്ടെ. ഇനി ആകെ 10 ദിവസം അത്രേ ഉള്ളൂ. അപ്ഡേറ്റ് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴേ വെങ്കട്ട് പോയി ഒരു കിഡിലിന് അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ സന്തോഷിക്കാനുള്ള ഒരു അപ്ഡേറ്റ് ആട്ടോ. സെപ്റ്റംബർ 5 സിനിമ റിലീസ് ഉണ്ട്. ഇതിൽ കൂടുതൽ എന്താ തരിക? അത് കാരണം ബാക്കി എന്ത് കൊടുത്താലും ഇനി ചെറുതാവും. അതെ, ഫുൾ അങ്ങ് തരാം, സെപ്റ്റംബർ 5 തരാതെ ഒരുമിച്ചങ്ങ് തന്നേക്കാന്ന്. അപ്പൊ എന്താണെങ്കിലും കാത്തിരിക്കാം, എന്താ സംഭവിക്കാൻ പോണെന്ന് നമുക്ക് ഓരോ ഐഡിയ ഇല്ല. ഇത് വന്നതിന് ശേഷം പലയിടങ്ങളിലും പലതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു അവറേജ് റിപ്പോർട്ടുള്ളൂ, ബിലോ അവറേജ് ആണ്, അങ്ങനെയൊക്കെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്ത് നിങ്ങൾ ഹൈപ്പ് കയറ്റി സിനിമയുടെ ഉള്ള ഒരു ഇല്ലാതാക്കല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഹൈപ്പ് കയറ്റുന്നൊന്നുമില്ല കേട്ടോ, നമ്മളുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മൾ ഓരോന്നിങ്ങനെ വരുമ്പോൾ അതിങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നു, അപ്ഡേറ്റ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയുന്നതാണ് സിനിമ വരട്ടെ, സിനിമ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം എന്നാണ് എപ്പോഴും പറയാറുള്ളത്. നമുക്ക് പിന്നെ കുറച്ച് ആവേശം കൂടുതലാണ്. അത് തീർച്ചയായും. അതിപ്പോ വിജയിന്നൊന്നുമില്ല, ഏത് സിനിമ വന്നാലും കുറച്ച് ആവേശം കൂടുതലാണ്. അതായത് ഇത്രേ ഉള്ളൂ. അതായത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇങ്ങനെ കുറച്ച് ഒരു പൊടിക്കൊന്ന് കുറച്ചുകൂടെ, കുറച്ചതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയല്ല ശരിക്കും, നോർമലി ഇങ്ങനെയല്ല, നോർമലി അതിനേക്കാൾ അപ്പുറത്ത് ആവേശമുള്ള ടീമാണ്. അപ്പോൾ അത് കുറച്ചിട്ട് ഞങ്ങളുടെ മാക്സിമം താഴ്ത്തി പിടിച്ചിരിക്കുന്ന ലെവലാണിത്. കൂട്ടാനാവരുത്, ഇനി സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടാം. അതെ, സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് ധൈര്യമായിട്ട് കൂട്ടാലോ, നല്ലതാണെങ്കിൽ. അല്ല നമ്മുടെ റിയാക്ഷനിലും നമ്മുടെ റിവ്യൂലൊക്കെ നമ്മുടെ ഈ ഭയങ്കരമായിട്ടുള്ള ആവേശം എപ്പോഴും കാണാമല്ലോ അല്ലേ? പിന്നെ അങ്ങനെ കാണാറുണ്ടെന്നാണ് കമന്റ്സ് വരാറുള്ളത്. അതെ, കാണാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്, കാരണം അങ്ങനെയാണ് അല്ലേ, ആവേശത്തിന്റെ അങ്ങേ തല്ലിന്റെ ആൾക്കാരാണ്. സത്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.